ഹായ് എവരിവൺ, PSC റാങ്ക് ഹോൾഡർ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കെമിസ്ട്രീനകത്ത് നമ്മൾ ബയോളജിക്കൽ വാല്യൂ ഓഫ് പ്രോട്ടീൻസ് അതുപോലുള്ള ഡിഫറെൻറ്റ് ഇതുണ്ട്. ന്യൂട്രിറ്റീവ് വാല്യൂ ഓഫ് പ്രോട്ടീൻ്റെ അസസ്മെൻറ്റിൻ്റെ കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. അതാണ് ആദ്യം നോക്കുന്നുള്ളത്. അതിനുശേഷം സ്പെക്ട്രോസ്കോപ്പിയും അതുപോലെ തന്നെ നമ്മുടെ ക്രോമാറ്റോഗ്രഫീൻ്റെയും കുറച്ച് MCQs കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ബയോളജിക്കൽ വാല്യൂ മെഷർ? ബയോളജിക്കൽ വാല്യൂവിൻ്റെ മെഷർ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് nitrogen retained, it is the ratio of amount of nitrogen retained to the amount of nitrogen absorbed അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം? നൈട്രജൻ റീടെൻഷൻ ആണ് മെഷർ ചെയ്യുന്നുള്ളത്. സോ BV മെഷേഴ്സ് ദ പെർസെൻറ്റേജ് ഓഫ് അബ്സോർബ്ഡ് നൈട്രജൻ റീറ്റെയിൻഡ് ഇൻ ദ ബോഡി റിഫ്ലക്റ്റിംഗ് പ്രോട്ടീൻ ക്വാളിറ്റി, which is considered as the highest biological value protein. ഇതിനകത്ത് ഏതാണ്? എഗ് പ്രോട്ടീനാണ്. എഗ് പ്രോട്ടീൻ്റെ ബയോളജിക്കൽ വാല്യൂ 100 അല്ല, 94 ആണ്. അതിനോടെയാണ് 94 ആണ്. പിന്നെ സോയ് പ്രോട്ടീൻ, എഗ് പ്രോട്ടീൻ 94 ആണ്. പിന്നെ നമ്മുടെ മിൽക്കിനകത്തുള്ളത് മിൽക്ക് പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ട് 84 ആണ് വരുന്നുള്ളത്. പിന്നെ 85 ആണ് ഫിഷിൻ്റെത്, 75 ആണ് മീറ്റിൻ്റെത്, പിന്നെ 65 ആണ് സോയ്, പിന്നെ 55 ആണ് ഗ്രൗണ്ട് നട്ട്. ഓക്കെ, 65 ആണ് സോയിൻ്റെ വരുന്നത്, 55 ഗ്രൗണ്ട് നട്ട് കേട്ടോ. പിന്നെ പ്രോട്ടീൻ എഫിഷ്യൻസി റേഷ്യോ ഈസ് കാൽക്കുലേറ്റഡ് ആസ്, പ്രോട്ടീൻ എഫിഷ്യൻസി റേഷ്യോ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ വെയിറ്റ് ഗെയിൻ പെർ ഗ്രാം ഓഫ് പ്രോട്ടീൻ കൺസ്യൂംഡ്. അതിന് ഇക്വേഷനൊക്കെ ഓർമ്മയുണ്ടല്ലോ. പ്രോട്ടീൻ എഫിഷ്യൻസി റേഷ്യോ എന്ന് പറയുമ്പോൾ എത്രത്തോളം വെയിറ്റ് ആണ് നമ്മൾ പ്രോട്ടീൻ ഇൻജസ്റ്റ് ചെയ്തതിലൂടെ കിട്ടുന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ പ്രോട്ടീൻ എഫിഷ്യൻസി റേഷ്യോ മെഷേഴ്സ് ഹൗ എഫിഷ്യൻ്റ്ലി എ പ്രോട്ടീൻ സപ്പോർട്ട്സ് ഗ്രോത്ത്. ഓക്കെ, വിച്ച് പാരാമീറ്റർ ഇൻഡിക്കേറ്റ്സ് ഹൗ മച്ച് ഡയറ്ററി നൈട്രജൻ അബ്സോർബ്ഡ് ആൻഡ് റീറ്റെയിൻഡ്. അപ്പോൾ എത്രത്തോളം അബ്സോർബ് ചെയ്തു അതുപോലെ തന്നെ എത്രത്തോളം റീറ്റെയിൻ ചെയ്തു എന്ന് നമ്മൾ നോക്കുന്നത് ഏതാണ്? നെറ്റ് പ്രോട്ടീൻ യൂട്ടിലൈസേഷനിലാണ്. ഓക്കെ, സോ നെറ്റ് പ്രോട്ടീൻ യൂട്ടിലൈസേഷൻ കമ്പൈൻസ് ഡൈജസ്റ്റബിലിറ്റി ആൻഡ് ബയോളജിക്കൽ വാല്യൂ. നമ്മൾ ബയോളജിക്കൽ വാല്യൂവിനകത്ത് എന്താ നോക്കിയത്? എത്രത്തോളം റീറ്റെയിൻ ചെയ്തു എന്ന് തന്നെയാണ് നോക്കിയത്. അപ്പോൾ ഇവിടെ ഡൈജസ്റ്റബിലിറ്റിനെയും ബയോളജിക്കൽ വാല്യൂവിനെയും കമ്പൈൻ ചെയ്തിട്ടാണ് ഏത് നോക്കുന്നുള്ളത്? നെറ്റ് പ്രോട്ടീൻ യൂട്ടിലൈസേഷൻ നോക്കുന്നുള്ളത്. പിന്നെ ഇവിടെ എപ്പോഴും ബയോളജിക്കൽ വാല്യൂ ബയോളജിക്കൽ വാല്യൂ നെറ്റ് പ്രോട്ടീൻ യൂട്ടിലൈസേഷനേക്കാളും കൂടുതലായിരിക്കും. അല്ലെങ്കിൽ NPU എന്ന് പറയുന്നത് ബയോളജിക്കൽ വാല്യൂവിനേക്കാളും കുറവായിരിക്കും. ഫോർ എക്സാമ്പിൾ, ബയോളജിക്കൽ വാല്യൂ എത്രയാണ്? എഗ്ഗിൻ്റെത് 94 ആവുന്നത്, എന്നാൽ NPUവിൻ്റെ കേസിൽ അത് 90 ആയിരിക്കും. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് യൂസ്ഡ് ടു അസസ് പ്രോട്ടീൻ ക്വാളിറ്റി? ഏതാണ്? കെമിക്കൽ സ്കോർ യൂസ് ചെയ്യുന്നുണ്ട്, ബയോളജിക്കൽ വാല്യൂ യൂസ് ചെയ്യുന്നുണ്ട്, നെറ്റ് പ്രോട്ടീൻ റേഷ്യോ യൂസ് ചെയ്യുന്നുണ്ട്, ബേസൽ മെറ്റബോളിക് റേറ്റ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യാത്തത്. അത് എനർജി എക്സ്പെൻഡിച്ചറിൻ്റെ കേസിൽ വരുന്നുള്ളതാണ്. അത് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യാം. NPU ഈസ് കാൽക്കുലേറ്റഡ് ആസ്, NPU എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നൈട്രജൻ റീറ്റെയിൻഡ് ബൈ നൈട്രജൻ അബ്സോർബ്ഡ് ബൈ നൈട്രജൻ റീറ്റെയിൻഡ്. അങ്ങനെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ നൈട്രജൻ റീറ്റെയിൻഡ് ബൈ നൈട്രജൻ കൺസ്യൂംഡ് അല്ലെങ്കിൽ നൈട്രജൻ ഇൻജസ്റ്റഡ് ആണ് നമ്മൾ കണക്കൂട്ടുക. ഓക്കെ, അപ്പോൾ NPU ഇൻഡിക്കേറ്റ്സ് ദ വാല്യൂ NPU evaluates nitrogen utilization from protein intake. അപ്പോൾ ഇൻജസ്റ്റഡ് അല്ലെങ്കിൽ കൺസ്യൂംഡ്. ഓക്കെ, പ്രോട്ടീൻ ഡൈജസ്റ്റബിലിറ്റി ഈസ് ഹയസ്റ്റ് ഫോർ വിച്ച് ടൈപ്പ് ഓഫ് പ്രോട്ടീൻ? ഈ തന്നിരിക്കുന്നതിനകത്ത് ഡൈജസ്റ്റബിലിറ്റി ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ആനിമൽ പ്രോട്ടീൻസിനാണ്. സോ ആനിമൽ പ്രോട്ടീൻസിനാണ് നമ്മൾ നമ്മുടെ പ്ലാന്റ് പ്രോട്ടീൻസിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ആനിമൽ പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ എഗ്ഗ്, മിൽക്ക് തുടങ്ങിയവ, ഇതിനൊക്കെയാണ് ഹൈ എന്തുള്ളത്? ഡൈജസ്റ്റബിലിറ്റി ഉള്ളത്. വാട്ട് ഇസ് ദ ഫോർമുല ഫോർ ഡൈജസ്റ്റബിലിറ്റി കോഎഫിഷ്യൻറ്റ്? ഡൈജസ്റ്റബിലിറ്റി കോഎഫിഷ്യൻ്റെ കേസിൽ എന്താണ് ഇക്വേഷനായിട്ട് വരുന്നുള്ളത്? നൈട്രജൻ അബ്സോർബ്ഡ് ബൈ നൈട്രജൻ കൺസ്യൂംഡ് ഇൻറ്റു 100 ആണ് ഏതിൻ്റെ കേസിൽ വരുന്നുള്ളത്? ഡൈജസ്റ്റബിലിറ്റി കോഎഫിഷ്യൻ്റെ കേസിൽ വരുന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ്, കെമിക്കൽ സ്കോർ ഓഫ് പ്രോട്ടീൻ ഈസ് ബേസ്ഡ് ഓൺ. കെമിക്കൽ സ്കോർ എന്താണ്? ലിമിറ്റിംഗ് അമിനോ ആസിഡിനെ ബേസ് ചെയ്തിട്ടാണ് കെമിക്കൽ സ്കോർ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അല്ലേ. സോ കെമിക്കൽ സ്കോർ ഇവാലുവേറ്റ്സ് പ്രോട്ടീൻ ക്വാളിറ്റി ബേസ്ഡ് ഓൺ ദ എസെൻഷ്യൽ അമിനോ ആസിഡ് പ്രസൻറ്റ് ഇൻ ദ ലോവസ്റ്റ് ക്വാണ്ടിറ്റി. ലിമിറ്റിംഗ് അമിനോ ആസിഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ എസെൻഷ്യൽ അമിനോ ആസിഡ് അതിനകത്ത് ഏതാണോ ലോവസ്റ്റ് ക്വാണ്ടിറ്റിയിലുള്ളത് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ലിമിറ്റിംഗ് ക്വാണ്ടിറ്റി എന്ന് പറയാം, ലിമിറ്റിംഗ് അമിനോ ആസിഡ് എന്ന് പറയാം. ആ ലിമിറ്റിംഗ് അമിനോ ആസിഡിനെ നമ്മുടെ റെഫറൻസ് പ്രോട്ടീനുമായിട്ട് കമ്പയർ ചെയ്യുന്നതാണ് ഇതിനകത്ത് വരുന്നുള്ളത് കെമിക്കൽ സ്കോറിൻ്റെ കേസിൽ വരുന്നത്. വിച്ച് പ്രോട്ടീൻ ക്വാളിറ്റി അസസ്മെൻറ്റ് ഈസ് മോർ റിലേറ്റഡ് ടു ഗ്രോത്ത് ഇൻ യങ് ആനിമൽസ്? യങ് ആനിമൽസിലൊക്കെ ഗ്രോത്തിന് ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ്? പ്രോട്ടീൻ എഫിഷ്യൻസി റേഷ്യോ. നമ്മൾ പറഞ്ഞല്ലോ, പ്രോട്ടീൻ എഫിഷ്യൻസി റേഷ്യോ എന്ന് പറയുമ്പോൾ എന്താണ്? ഹൗ എഫിഷ്യൻ്റ്ലി പ്രോട്ടീൻ ഈസ് യൂസ്ഡ് ഫോർ ഗ്രോയിങ് അല്ലെ. ഗ്രോയിങ്ങിൻ്റെ സമയത്ത് അതെങ്ങനെയാണ് നമ്മൾ എഫിഷ്യൻ്റ്ലി യൂസ് ചെയ്യുന്നതെന്നാണ് പ്രോട്ടീൻ എഫിഷ്യൻസി റേഷ്യോയിലൂടെ നമ്മൾ ചെക്ക് ചെയ്യുന്നുള്ളത്. വെയിറ്റ് ഗെയിൻ ആണല്ലോ നമ്മളവിടെ നോക്കുന്നുള്ളത്. ദ ലിമിറ്റിംഗ് അമിനോ ആസിഡ് ഇൻ വീറ്റ് പ്രോട്ടീൻ ഈസ് ടിപ്പിക്കലി, ലിമിറ്റിംഗ് അമിനോ ആസിഡ് ഇൻ വീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈസിൻ ആണ്. സോ ലൈസിൻ സാധാരണ സെറിയൽസ് പോലുള്ള, അതായത് ഇപ്പോൾ വീറ്റ് പോലുള്ള സെറിയൽസിലൊക്കെ ലൈസിനാണ് ലിമിറ്റിംഗ് അമിനോ ആസിഡായിട്ട് വരുന്നത്. നെറ്റ് പ്രോട്ടീൻ റേഷ്യോ ഡിഫേഴ്സ് ഫ്രം PR, പ്രോട്ടീൻ എഫിഷ്യൻസി റേഷ്യോ ബൈ, അവിടെ എങ്ങനെയാണ് ഡിഫറൻസ് വരുന്നുള്ളത്?
ഇൻക്ലൂഡിങ് വെയിറ്റ് ലോസ് ഓഫ് എ പ്രോട്ടീൻ ഫ്രീ ഡയറ്റ് ഗ്രൂപ്പ്. ഇവിടെ നമുക്ക് പറയുകയാണെങ്കിൽ NPR പറയുകയാണെങ്കിൽ, നെറ്റ് പ്രോട്ടീൻ റേഷ്യോ പറയുകയാണെങ്കിൽ അവിടെ എന്താണ് വെയിറ്റ് മെയിൻ്റനൻസ് ആണ് നോക്കുന്നത്. പിന്നെ ഏതാണ് നമ്മുടെ NPRും അതുപോലെ തന്നെ PR പ്രോട്ടീൻ എഫിഷ്യൻസി റേഷ്യോ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് അതും നമ്മൾ വെയിറ്റിൻ്റെ ബേസിസിൽ തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡിങ് വെയിറ്റ് ലോസ് ഓഫ് എ പ്രോട്ടീൻ ഫ്രീ ഡയറ്റ് ഗ്രൂപ്പ്, പ്രോട്ടീൻ ഫ്രീ ആയിട്ടുള്ള ഡയറ്റ് ഗ്രൂപ്പിൻ്റെ കൂടി ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഏതിൻ്റെ കേസിൽ? നെറ്റ് പ്രോട്ടീൻ റേഷ്യോൻ്റെ കേസിൽ പ്രോട്ടീൻ ഫ്രീ ഡയറ്റ് ഗ്രൂപ്പിൻ്റെ കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. വാട്ട് ഈസ് ദ കെമിക്കൽ സ്കോർ ഓഫ് എ പ്രോട്ടീൻ ദാറ്റ് കണ്ടെയ്ൻസ് 50% ഓഫ് ദ റെഫറൻസ് അമിനോ ആസിഡ് പ്രൊഫൈൽ? അപ്പോൾ 50% എന്താണ് റെഫറൻസ് അമിനോ ആസിഡ് പ്രൊഫൈൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ഒരു പ്രോട്ടീൻ്റെ കെമിക്കൽ സ്കോർ എത്രയായിരിക്കും? 50% ആയിരിക്കും. ഓക്കെ, 50 ആയിരിക്കും. ഓക്കെ, 50 ആയിരിക്കും. വിച്ച് പ്രോട്ടീൻ ഹാസ് ലോ ഡൈജസ്റ്റബിലിറ്റി കോഎഫിഷ്യൻറ്റ്? വീറ്റ് പ്രോട്ടീനാണ്. ഇപ്പോൾ ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണ് എഗ്ഗും സോയും വീറ്റും കസീനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വീറ്റ് പ്രോട്ടീനാണ്. പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ പറയാം പ്ലാന്റ് പ്രോട്ടീനായിരിക്കും. പ്ലാന്റ് പ്രോട്ടീൻ എന്താണ് ഡൈജസ്റ്റബിലിറ്റി ആനിമൽ പ്രോട്ടീനെ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ കുറവാണ്. ദ പ്രോട്ടീൻ ഡൈജസ്റ്റബിലിറ്റി കറക്റ്റഡ് അമിനോ ആസിഡ് സ്കോർ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ. അത് നമ്മുടെ സിലബസിനകത്ത് ഇല്ല, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ്സ് ഇവാലുവേറ്റ്സ് പ്രോട്ടീൻ റിട്ടൻഷൻ ഡയറക്ട്ലി? പ്രോട്ടീൻ റിട്ടൻഷൻ ഡയറക്ട്ലി മെഷർ ചെയ്യുന്നത് ഇതാണ്, നെറ്റ് പ്രോട്ടീൻ യൂട്ടിലൈസേഷൻ ആണ്. ഓക്കെ, നെറ്റ് പ്രോട്ടീൻ യൂട്ടിലൈസേഷൻ്റെ കേസിലാണ് നമ്മൾ എന്താണ് പ്രോട്ടീൻ റിട്ടൻഷൻ ഡയറക്ട്ലി മെഷർ ചെയ്യുന്നുള്ളത്. ഓക്കെ, നൈട്രജൻ റിട്ടൻഷൻ ആണല്ലോ അതിനകത്ത് നമ്മൾ നോക്കുന്നുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ എന്താ പറയുക, പ്രോട്ടീൻ റിട്ടൻഷൻ നമ്മൾ ഡയറക്ട്ലി മെഷർ ചെയ്യുന്നത് ഏതിൻ്റെ കേസിലാണ്? ഈ പറഞ്ഞിരിക്കുന്ന NPUവിൻ്റെ കേസിലാണ്. എ പ്രോട്ടീൻ സോഴ്സ് വിത്ത് NPU ഓഫ് 70 മീൻസ് 70 മീൻസ് എന്താണ്? 70% നൈട്രജൻ നമ്മൾ കൺസ്യൂം ചെയ്തിട്ടുണ്ട്, അത് റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ കഴിച്ചിരിക്കുന്ന എന്താണ് നൈട്രജനിൽ നിന്ന് 70% റീറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്നാണ് നെറ്റ് പ്രോട്ടീൻ യൂട്ടിലൈസേഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലേ? അടുത്ത നോക്കി, കസീൻ ഹാസ് എ ഹൈ ബയോളജിക്കൽ വാല്യൂ ബിക്കോസ് കസീനിന് എന്താണ് ഇറ്റ് കണ്ടെയ്ൻസ് നോ ലിമിറ്റിംഗ് അമിനോ ആസിഡ്. നമ്മൾ പറയാറില്ലേ കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് പഠിച്ചിട്ടില്ലേ? അപ്പോൾ ഈ കസീൻ എന്ന് പറയുന്നത് നമ്മുടെ എഗ്ഗ് എന്ന് പറയുന്നതൊക്കെ എന്താണ് ഒരു കംപ്ലീറ്റ് പ്രോട്ടീന് എക്സാമ്പിളാണ്. കസീൻ ഹാസ് എ വെൽ ബാലൻസ്ഡ് അമിനോ ആസിഡ് പ്രൊഫൈൽ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ദ ലോവസ്റ്റ് പ്രോട്ടീൻ എഫിഷ്യൻസി റേഷ്യോ? ലോവസ്റ്റ് പ്രോട്ടീൻ എഫിഷ്യൻസി റേഷ്യോ ആണ് അത് ജെലാറ്റിൻ ആയിരിക്കും, അല്ലേ? ജെലാറ്റിൻ ലാക്സ് എസെൻഷ്യൽ അമിനോ ആസിഡ്. അതിനകത്ത് എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ്സ് ഒന്നും ഇല്ല കേട്ടോ ജെലാറ്റിൻ്റെ കേസിൽ. വാട്ട് ഈസ് ദ ഐഡിയൽ NPU വാല്യൂ ഓഫ് എ ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ? ഇപ്പോൾ NPU വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എത്രയാണ് നെറ്റ് പ്രോട്ടീൻ യൂട്ടിലൈസേഷൻ? നമ്മുടെ എഗ്ഗിനൊക്കെ എത്ര വന്നിട്ടുണ്ട്? 90 വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 70 to 100 നമുക്ക് പറയാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് ലിമിറ്റിംഗ് അമിനോ ആസിഡ് ഇൻ ലെഗ്യൂംസ്? അപ്പോൾ നമ്മൾ സെറിയൽസ് വീറ്റിലൊക്കെ എന്താ പറഞ്ഞത്? ലൈസിൻസ് ആയിരിക്കും എന്ന് പറഞ്ഞു. ഇനി ലെഗ്യൂംസിൻ്റെ കേസിൽ വരുമ്പോൾ മെത്തിയോണിൻ ആയിരിക്കും. ഓക്കെ, മെത്തിയോണിനാണ് ലെഗ്യൂംസിൻ്റെ കേസിൽ വരുന്നത് ലിമിറ്റിംഗ് അമിനോ ആസിഡ് ആയിട്ട്. ഓക്കെ, ലിമിറ്റിംഗ് അമിനോ ആസിഡ് ഏതാണ്? മെത്തിയോണിനാണ്. ഇനി സെറിയൽസിൻ്റെ കേസിലാണെങ്കിൽ ലൈസിനാണ്. വീറ്റിൻ്റെ ഒക്കെ കേസിൽ ലൈസിനാണ്. ദ പ്രോട്ടീൻ എഫിഷ്യൻസി റേഷ്യോ ഈസ് യൂസ്ഡ് ഫോർ ഇവാലുവേറ്റിംഗ് പ്രോട്ടീൻസ് ഇൻ ഏതാണ്? അഡൽട്ട്സ്, ഇൻഫൻസ് ആൻഡ് ചിൽഡ്രൻ, ഓൾ ഏജ് ഗ്രൂപ്പ്സ്, ആനിമൽ മോഡൽസ് ഓൺലി. ആനിമൽ മോഡൽസിലാണ് ഇത് പ്രോട്ടീൻ എഫിഷ്യൻസി റേഷ്യോ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഈസ് ഡിറ്റർമൈൻഡ് യൂസിങ് യങ് ആനിമൽസ് ലൈക്ക് റാറ്റ്സ്. ഓക്കെ, റാറ്റിലാണ് നമ്മളിത് പൊതുവായിട്ട് ചെയ്യാറുള്ളത്. ദ ടേം ലിമിറ്റിംഗ് അമിനോ ആസിഡ് റെഫേഴ്സ് ടു. ലിമിറ്റിംഗ് അമിനോ ആസിഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഏറ്റവും കുറവിൽ, അല്ലെ? ദ എസെൻഷ്യൽ അമിനോ ആസിഡ് ഇൻ ദ ലോവസ്റ്റ് പ്രൊപ്പോർഷൻ കമ്പയർഡ് ടു ദ റെഫറൻസ് പ്രോട്ടീൻ. റെഫറൻസ് പ്രോട്ടീനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലോവസ്റ്റ് പ്രൊപ്പോർഷനിലുള്ള എസെൻഷ്യൽ അമിനോ ആസിഡിനെയാണ് നമ്മൾ ലിമിറ്റിംഗ് അമിനോ ആസിഡ് എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോട്ടീൻ ഹാസ് ദ ഹയസ്റ്റ് ഡൈജസ്റ്റബിലിറ്റി കോഎഫിഷ്യൻറ്റ്? നമ്മളിപ്പോൾ പറഞ്ഞേ ഉള്ളൂ, ജെലാറ്റിനായിരിക്കും ഏറ്റവും കുറവുണ്ടാവുക, കൂടുതലുണ്ടാവുക എഗ് പ്രോട്ടീൻ ആയിരിക്കും. അപ്പോൾ എവിടെ എഗ്ഗ് കണ്ടാലും അതിനാണ് കൂടുതൽ ഹൈ എന്താണ് ഡൈജസ്റ്റബിലിറ്റിയും NPയും എല്ലാം കൂടുതലുള്ളത് എഗ് പ്രോട്ടീനാണ്. നെറ്റ് പ്രോട്ടീൻ റേഷ്യോ ഈസ് സുപ്പീരിയർ ടു PER ബിക്കോസ് ഈ നെറ്റ് പ്രോട്ടീൻ റേഷ്യോ എന്ന് പറയുന്നത് PER പ്രോട്ടീൻ എഫിഷ്യൻസി റേഷ്യോനേക്കാളും സുപ്പീരിയർ ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് അക്കൗണ്ട്സ് ദ വെയിറ്റ് ലോസ് ദാറ്റ് ഒക്കേഴ്സ് ഓൺ പ്രോട്ടീൻ ഫ്രീ ഡയറ്റ്സ്. നെറ്റ് പ്രോട്ടീൻ റേഷ്യോ ആണ് കേട്ടോ, NPU അല്ല. NPR PERനേക്കാളും സുപ്പീരിയർ ആയിട്ടുള്ളത് അതിനകത്ത് എന്തുണ്ട്? പ്രോട്ടീൻ ഫ്രീ ഡയറ്റ്സ് കൂടി അവിടെ അക്കൗണ്ട് ചെയ്യുന്നുണ്ട്. അതൊന്ന് ഓർത്ത് നോക്കണേ. നെറ്റ് പ്രോട്ടീൻ റേഷ്യോനകത്ത് എന്താണ് പ്രോട്ടീൻ ഫ്രീ ഡയറ്റ്സിൻ്റെ അവിടെ നമ്മൾ നോക്കുന്നുണ്ട്. അത് നമ്മളെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളത്? വെയിറ്റ് ഗെയിൻഡ് ഓഫ് ആനിമൽ പ്ലസ് വെയിറ്റ് ലോസ് ഓഫ് ആനിമൽ ഡിവൈഡഡ് ബൈ പ്രോട്ടീൻ കൺസ്യൂംഡ് ബൈ ആനിമൽ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ പ്രോട്ടീൻ ഫ്രീ ഡയറ്റിനെയും എന്താണ് അക്കൗണ്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും. സോ ഈ പ്രോട്ടീൻ വിത്ത് ഹൈ കെമിക്കൽ സ്കോർ. ഹൈ കെമിക്കൽ സ്കോർ എന്ന് പറയുമ്പോൾ എന്താണ്? നല്ല അമിനോ ആസിഡ് പ്രൊഫൈൽ അതിനകത്തുണ്ട്. അതായത് എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഒക്കെ അതിനകത്ത് കറക്റ്റായിട്ട് അടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഹൈ കെമിക്കൽ സ്കോർ എന്ന് പറയാം.
വിച്ച് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഡിറ്റർമൈനിങ് പ്രോട്ടീൻ ക്വാളിറ്റി ഫോർ ഹ്യൂമൻ ഡയറ്റ്സ്. ഹ്യൂമൻ ഡയറ്റ്സിൽ നമുക്ക് എന്താണ് പ്രോട്ടീൻ ക്വാളിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് മെത്തേഡാണ്? പ്രോട്ടീൻ എഫിഷ്യൻസി റേഷ്യോ, ബയോളജിക്കൽ വാല്യൂ, PDCAAS, NPR. അതിനകത്ത് PDCAAS ആണ് ഹ്യൂമൻ ഡയറ്റിൻ്റെ കേസിൽ നമ്മൾ അസസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. PDCAAS. അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം ഒന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. ദ ടേം ഇവിടെ തന്നെ ഉണ്ട്. ദ ടേം ഡൈജസ്റ്റബിലിറ്റി കറക്റ്റഡ് അമിനോ ആസിഡ് സ്കോർ കമ്പൈൻസ്. എന്താണ് ഡൈജസ്റ്റബിലിറ്റി കറക്റ്റഡ്? പ്രോട്ടീൻ ഡൈജസ്റ്റബിലിറ്റി കറക്റ്റഡ് അമിനോ ആസിഡ് സ്കോർ കണ്ടെയ്ൻസ്. എന്താണ് ഡൈജസ്റ്റബിലിറ്റിയും വരുന്നുണ്ട്, അമിനോ ആസിഡ് സ്കോറും വരുന്നുണ്ട്. അമിനോ ആസിഡ് സ്കോർ എന്ന് വെച്ചാൽ എന്താണ്? കെമിക്കൽ സ്കോറിൻ്റെ മറ്റൊരു പേരാണ്. അപ്പോൾ ഡൈജസ്റ്റബിലിറ്റിയും അമിനോ ആസിഡ് സ്കോറും കമ്പൈൻ ചെയ്തിട്ടാണ് പ്രോട്ടീൻ ഡൈജസ്റ്റബിലിറ്റി കറക്റ്റഡ് അമിനോ ആസിഡ് സ്കോർ വരുന്നുള്ളത്. അപ്പോൾ ഡൈജസ്റ്റബിലിറ്റി ആ പേരിൽ നിന്ന് തന്നെ കിട്ടും, കറക്റ്റഡ് അമിനോ ആസിഡ് സ്കോർ. അപ്പോൾ അത് രണ്ടും കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നുള്ളത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ അമിനോ ആസിഡ് സ്കോർ ബേസ്ഡ് ഓൺ ഡൈജസ്റ്റബിലിറ്റി. ഡൈജസ്റ്റബിലിറ്റീൻ്റെ ബേസിസിലുള്ള അമിനോ ആസിഡ് സ്കോറാണ്. ദ BV ഓഫ് എ പ്രോട്ടീൻ ഈസ് അഫക്റ്റഡ് ബൈ. BV എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നുള്ളത്? ഡൈജസ്റ്റബിലിറ്റീൻ്റെ ബേസിസിലും അതുപോലെ തന്നെ അമിനോ ആസിഡ് കോമ്പോസിഷനും. ഈ രണ്ട് ഫാക്ടേഴ്സ് അതിനെ അഫക്റ്റ് ചെയ്യും. വിച്ച് ഫാക്ടർ ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ NPU? ഏതാണ് ഇൻക്ലൂഡഡ് അല്ലാത്തത്? കലോറിക് ഡെൻസിറ്റി ആണ് അവിടെ ഇൻക്ലൂഡഡ് അല്ലാത്തത്. അമിനോ ആസിഡ് പ്രൊഫൈലും റിട്ടൻഷൻ ഓഫ് നൈട്രജനും ഡൈജസ്റ്റബിലിറ്റിയും അവിടെ ഇൻക്ലൂഡഡ് ആണ്. ഇൻക്ലൂഡഡ് അല്ലാത്തത് കലോറിക് ഡെൻസിറ്റിയാണ്. ദ പ്രൈമറി ലിമിറ്റേഷൻ ഓഫ് ദ ബയോളജിക്കൽ വാല്യൂ മെത്തേഡ് ഈസ്. എന്താണ് ബയോളജിക്കൽ വാല്യൂ മെത്തേഡിൻ്റെ അകത്ത് നമ്മൾ എന്താ പറഞ്ഞത്? നൈട്രജൻ ബാലൻസ് മാത്രമാണ് അവിടെ മെഷർ ചെയ്യുന്നുള്ളത്. ഓക്കെ, അതാണ് മെയിനായിട്ടുള്ളൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇഗ്നോസ് ഡൈജസ്റ്റബിലിറ്റി. അവിടെ നമ്മളെന്താണ് ഈ മെയിനായിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡൈജഷൻ്റെ സമയത്ത് നടക്കുന്നുള്ള നൈട്രജൻ്റെ ലോസ്റ്റ് നമ്മൾ മെഷർ ചെയ്യുന്നില്ല. സോ ഇറ്റ് ഓൺലി മെഷേഴ്സ് നൈട്രജൻ ബാലൻസ്. ഇറ്റ് ഡസ് നോട്ട് അക്കൗണ്ട് ഫോർ എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. ഇറ്റ് റിക്വയർസ് ലോങ് ടേം സ്റ്റഡീസ്. അപ്പോൾ ഇറ്റ് ഓൺലി മെഷേഴ്സ് നൈട്രജൻ ബാലൻസ് ആണ് നമ്മൾ നോക്കുന്നുള്ളത് കേട്ടോ. വാട്ട് ഈസ് ദ മെയിൻ ഡിസഡ്വാൻറ്റേജ് ഓഫ് കെമിക്കൽ സ്കോർ മെത്തേഡ്? കെമിക്കൽ സ്കോർ മെത്തേഡിനകത്ത് നമ്മൾ ഡൈജഷൻ ഒന്നും നോക്കുന്നില്ല. സോ ഇറ്റ് ഇഗ്നോസ് പ്രോട്ടീൻ ഡൈജസ്റ്റബിലിറ്റി. അപ്പോൾ കെമിക്കൽ സ്കോറിലാണ് പ്രോട്ടീൻ ഡൈജസ്റ്റബിലിറ്റി നമ്മൾ എന്താണ് ഇഗ്നോർ ചെയ്യുന്നുള്ളത്. അല്ല, അവിടെ നമ്മൾ എന്താണ് ആ ലിമിറ്റിംഗ് അമിനോ ആസിഡ് മാത്രമാണ് നോക്കുന്നത്. അതാണ് മെയിനായിട്ടുള്ള ഡിസഡ്വാൻറ്റേജ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോട്ടീൻ ഈസ് കോമൺലി യൂസ്ഡ് ആസ് എ സ്റ്റാൻഡേർഡ് ഫോർ ബയോളജിക്കൽ വാല്യൂ? സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ സാധാരണ ഏതിൻ്റെ കേസിലായാലും റെഫറൻസ് പ്രോട്ടീനായിട്ട് നമ്മൾ എടുക്കുന്നത് എഗ് പ്രോട്ടീൻ ആണ്. എഗ് പ്രോട്ടീൻ്റെ ബയോളജിക്കൽ വാല്യൂ എത്രയായിരുന്നു? 94 ആണ് കേട്ടോ. പിന്നെ ഈ കെമിക്കൽ സ്കോർ എഗ് പ്രോട്ടീൻ്റെ 100 ആണ് കേട്ടോ. എഗ് പ്രോട്ടീൻ്റെത് 100 ആണ് കെമിക്കൽ സ്കോർ. വാട്ട് ഈസ് ദ കീ ഡിറ്റർമിനൻറ്റ് ഓഫ് നെറ്റ് പ്രോട്ടീൻ യൂട്ടിലൈസേഷൻ? നെറ്റ് പ്രോട്ടീൻ യൂട്ടിലൈസേഷൻ്റെ കീ ഡിറ്റർമിനൻറ്റ് എന്താണ്? അബ്സോർബ്ഡ് നൈട്രജൻ ആണ് അല്ലേ. NPUവിൻ്റെ കേസിൽ നമ്മൾ എന്താ മെഷർ ചെയ്യുന്നത്? നൈട്രജൻ റീറ്റെയിൻഡ് ബൈ നൈട്രജൻ ഇൻജസ്റ്റഡ്. അപ്പോൾ അതിനകത്ത് എന്താണ്? എത്രത്തോളം നൈട്രജൻ അബ്സോർബ് ചെയ്തു എന്നാണ് നമ്മളിവിടെ മെഷർ ചെയ്യുന്നത്. വാട്ട് ഈസ് ദ ലിമിറ്റേഷൻ ഓഫ് യൂസിങ് പ്രോട്ടീൻ എഫിഷ്യൻസി റേഷ്യോ? അതിൻ്റെ മെയിനായിട്ടുള്ള എഫിഷ്യൻസി റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹ്യൂമൻസിന് അത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ആനിമൽ സ്റ്റഡീസാണ് ചെയ്യുന്നത്. ഹയസ്റ്റ് PDCAS വാല്യൂ ഫോർ എ പ്രോട്ടീൻ ഈസ് 100. ഓക്കെ, 100 ആണ് ഹയസ്റ്റ് വാല്യൂ ആയിട്ട് വരുന്നത്. NPR മെഷേഴ്സ് പ്രോട്ടീൻ ക്വാളിറ്റി ബൈ എങ്ങനെയാണ്? വെയ്റ്റ് ഗെയിൻ കമ്പയർഡ് ടു എ പ്രോട്ടീൻ ഫ്രീ ഡയറ്റ്. അങ്ങനെയാണ് NPR പ്രോട്ടീൻ ക്വാളിറ്റി മെഷർ ചെയ്യുന്നുള്ളത്. ഓക്കെ, വെയ്റ്റ് ചേഞ്ച് ആണ് ആൻഡ് വിത്തൗട്ട് പ്രോട്ടീൻ ആണ്. ദ PDCAS മെത്തേഡ് യൂസസ് വിച്ച് റെഫറൻസ് പ്രോട്ടീൻ? ഏത് റെഫറൻസ് പ്രോട്ടീൻ ആണ്? ഹ്യൂമൻ മിൽക്ക്, ഇൻഫൻറ്റ് ഫോർമുല, FAO, WHO അമിനോ ആസിഡ് സ്കോറിംഗ് പാറ്റേൺ. ഏത് പാറ്റേൺ എന്നാണ് കേട്ടോ ചോദിച്ചത്. അപ്പോൾ FAO അല്ലെങ്കിൽ WHO അമിനോ ആസിഡ് സ്കോറിംഗ് പാറ്റേൺ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഡൈജസ്റ്റബിലിറ്റി കോഎഫിഷ്യൻ്റ് ഈസ് ലോസ്റ്റ് ഇൻ വീറ്റ്, ഗ്ലൂട്ടനിലാണ് ഏറ്റവും കുറവായിട്ട് വരുന്നുള്ളത്. ഈ തന്നിരിക്കുന്നതിനകത്ത് ഏറ്റവും കൂടുതൽ കുറവായിട്ടുള്ളത് അതിലാണ്? വീറ്റ്, ഗ്ലൂട്ടനിലാണ്. ഓക്കെ, സോയിനേക്കാളും കുറവാണ് വീറ്റിലൊക്കെ വരുന്നുള്ളത് കേട്ടോ. കെമിക്കൽ സ്കോർ ക്യാൻ നെവർ എക്സീഡ് 100ന് മേലെ പോകില്ല അല്ലേ. കെമിക്കൽ സ്കോർ മാക്സിമം ഉള്ളത് എഗ്ഗിനാണ്, അതിൻ്റെ മേലെ അത് പോകില്ല. പ്രോട്ടീൻസ് വിത്ത് ലിമിറ്റ് അമിനോ ആസിഡ് ആർ കൺസിഡേർഡ് ഇൻകംപ്ലീറ്റ് പ്രോട്ടീൻ അല്ലേ. ഏതെങ്കിലും ഒരു ലിമിറ്റിംഗ് അമിനോ ആസിഡ് ഉണ്ടെങ്കിൽ അതിനർത്ഥം ഇൻകംപ്ലീറ്റ് പ്രോട്ടീൻ എന്നാണ്. എല്ലാ അമിനോ ആസിഡും എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡാണ് കേട്ടോ. എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ് എല്ലാം പ്രസൻ്റ് ആണെങ്കിൽ അത് കംപ്ലീറ്റ് പ്രോട്ടീൻ ആണെന്ന് പറയും. ദ ഐഡിയൽ പ്രോട്ടീൻ സോഴ്സ് ഹാസ് എ PDCAS ഓഫ് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ മാക്സിമം 100 ആണ് വരിക. വാട്ട് ഡസ് ദ ടേം ഡൈജസ്റ്റബിൾ ഇൻഡിസ്പെൻസിബിൾ അമിനോ ആസിഡ് സ്കോർ? ഇത് നമുക്ക് വരാനുള്ള സാധ്യതയൊന്നും ഇല്ല കേട്ടോ, അത് നമ്മുടെ ടോപ്പിക്കിനകത്തില്ല. വൈ ഈസ് എഗ് പ്രോട്ടീൻ യൂസ്ഡ് ആസ് എ സ്റ്റാൻഡേർഡ് ഫോർ BV? BVൻ്റെ കേസിൽ നമ്മൾ എഗ് പ്രോട്ടീൻ എന്തുകൊണ്ടാണ് അത് യൂസ് ചെയ്യുന്നത്? അത് ഹൈലി ഡൈജസ്റ്റബിൾ ആണ്, അതുപോലെ തന്നെ കംപ്ലീറ്റ് അമിനോ ആസിഡ് പ്രൊഫൈൽ അതിനകത്ത് വരുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ ആ ടേംസൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ക്ലിയർ ആക്കി വെക്കുക. നെക്സ്റ്റ് ക്രൊമാറ്റോഗ്രഫീൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇൻ പേപ്പർ ക്രൊമാറ്റോഗ്രഫി വാട്ട് ആക്ട്സ് ആസ് ദ സ്റ്റേഷനറി ഫേസ്? പേപ്പർ ക്രൊമാറ്റോഗ്രഫീൻ്റെ കേസിൽ പേപ്പറാണ് സ്റ്റേഷനറി ഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സ്റ്റേഷനറി ഫേസ് മൊബൈൽ ഫേസ് ഒക്കെ എന്താണെന്ന് അറിയാമല്ലോ. വാട്ട് ഇസ് ദ സ്റ്റേഷനറി ഫേസ് ഇൻ തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി? തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫീൻ്റെ കേസിൽ ഗ്ലാസ് പ്ലേറ്റ് കോട്ടഡ് വിത്ത് സിലിക്ക ഓർ അലുമിനിയം, പേപ്പർ, ഗ്യാസ്, ലിക്വിഡ് സോൾവെൻറ്റ്. അവിടെ ഏതാ വരിക? ഗ്ലാസ് പ്ലേറ്റ് കോട്ടഡ് വിത്ത് സിലിക്ക ഓർ അലുമിനിയം. ഈ സിലിക്ക ആണെങ്കിൽ നമ്മൾ പറഞ്ഞു TLC ആകുമ്പോൾ അഡ്സോർപ്ഷൻ്റെ പ്രിൻസിപ്പിളും പോകുന്നുണ്ട്, അതുപോലെ തന്നെ പാർട്ടീഷൻ്റെ പ്രിൻസിപ്പിളും അത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പാർട്ടീഷൻ പ്രിൻസിപ്പിൾ ആണെങ്കിൽ സിലിക്ക ആയിരിക്കും അവിടെ എന്താണ് സ്റ്റേഷനറി ഫേസ് ആയിട്ട് ഉണ്ടാവുക. ഇനി അതല്ല അഡ്സോർപ്ഷൻ്റെ പ്രിൻസിപ്പിൾ ആണെങ്കിൽ അലുമിനിയാണ്. ഓക്കെ, പാർട്ടീഷൻ ആകുമ്പോൾ സിലിക്ക, അഡ്സോർപ്ഷൻ ആകുമ്പോൾ അലുമിനിയം. ഗ്യാസ് ക്രോമാറ്റോഗ്രഫി ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ സെപ്പറേറ്റിംഗ് വിച്ച് ടൈപ്പ് ഓഫ് കോമ്പൗണ്ട്സ്? ഗ്യാസ് ക്രോമാറ്റോഗ്രഫി സാധാരണ നമ്മൾ വോളറ്റൈൽ കോമ്പൗണ്ട്സിനൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. volatile compounds. Okay, gas chromatography is ideal for separating and analyzing volatile and thermally stable compounds. Okay, high performance liquid chromatography is different from column chromatography because എന്തുകൊണ്ടാണ് അത് രണ്ടും വ്യത്യാസമായിട്ട് വരുന്നുള്ളത്? ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രോമാറ്റോഗ്രഫിനകത്ത് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഹൈ പ്രഷർ യൂസ് ചെയ്യുന്നുണ്ട്. സെപ്പറേഷന് വേണ്ടിയിട്ട് ഹൈ പ്രഷർ യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് മെയിൻ ഡിഫറൻസ് ആയിട്ട് വരുന്നത്. വാട്ട് ഈസ് ദ റോൾ ഓഫ് ദ മൊബൈൽ ഫേസ് ഇൻ ക്രോമാറ്റോഗ്രഫി? ക്രോമാറ്റോഗ്രഫിയിൽ മൊബൈൽ ഫേസിൻ്റെ റോൾ എന്താണ്? To act as a stationary support, to dissolve the stationary phase, to carry the analytes through the stationary phase. അല്ലേ, ആ സ്റ്റേഷനറി ഫേസിലൂടെ നമുക്ക് നമ്മുടെ സാമ്പിളിനെ അല്ലെങ്കിൽ അനലൈറ്റിനെ ക്യാരി ചെയ്യുന്നതാരാണ്? ഈ മൊബൈൽ ഫേസ് ആണ്. ഓക്കെ, അതാണ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ടത്. ഇൻ പേപ്പർ ക്രോമാറ്റോഗ്രഫി സെപ്പറേഷൻ ഒക്കേഴ്സ് ഡ്യൂ ടു, സെപ്പറേഷൻ എന്തിൻ്റെ ബേസിസിലാണ് അവിടെ നടക്കുന്നത്? കാപ്പിലറി ആക്ഷൻ, സെൻട്രിഫ്യൂഗേഷൻ, ഗ്രാവിറ്റി, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. സെപ്പറേഷൻ നടക്കുന്നത് കാപ്പിലറി ആക്ഷൻ്റെയും അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ സൊല്യൂബിലിറ്റിൻ്റെയും ബേസിസിലാണ്. കാപ്പിലറി ആക്ഷൻ്റെയും ഡിഫറൻഷ്യൽ സൊല്യൂബിലിറ്റിൻ്റെയും ബേസിസിലാണ്. വിച്ച് ഡിറ്റക്ടർ ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ഗ്യാസ് ക്രോമാറ്റോഗ്രഫി? ഗ്യാസ് ക്രോമാറ്റോഗ്രഫീൻ്റെ അകത്ത് നമ്മൾ ഏതാ യൂസ് ചെയ്യുക? UV വിസിബിൾ ഡിറ്റക്ടർ ഉണ്ട്, ഫ്ലെയിം അയണൈസേഷൻ ഡിറ്റക്ടർ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, മാസ് സ്പെക്ട്രോമീറ്റർ. ഇവിടെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഫ്ലെയിം അയണൈസേഷൻ ഡിറ്റക്ടറാണ്. ഓക്കെ, ഫ്ലെയിം അയണൈസേഷൻ. ദ റിട്ടൻഷൻ ഫാക്ടർ ഇൻ TLC ഈസ് കാൽക്കുലേറ്റഡ് ആസ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ കോമ്പോണൻറ്റ്, ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സോൾവെൻറ്റ്. അല്ലേ, അപ്പോൾ ഓപ്ഷൻ ബി ആയിരിക്കും വരിക. അതാണ് റിട്ടൻഷൻ ഫാക്ടർ. വിച്ച് ക്രോമാറ്റോഗ്രഫി ടെക്നിക് യൂസസ് ഫ്ലെയിം അയണൈസേഷൻ ഡിറ്റക്ടർ? ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഗ്യാസ് ക്രോമാറ്റോഗ്രഫീനകത്താണ് നമ്മൾ ഫ്ലെയിം അയണൈസേഷൻ ഡിറ്റക്ടർ യൂസ് ചെയ്യുക. വാട്ട് ഈസ് ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് HPLC ഓവർ ട്രഡീഷണൽ ലിക്വിഡ് ക്രോമാറ്റോഗ്രഫി? അപ്പോൾ ട്രഡീഷണൽ ലിക്വിഡ് ക്രോമാറ്റോഗ്രഫി ഉണ്ട്, അതിനേക്കാളും നമ്മൾ HPLC വെച്ചിട്ട് എന്താണ്? ഹയർ റെസൊല്യൂഷനും അതുപോലെ തന്നെ ഫാസ്റ്റ് സെപ്പറേഷനുമാണ് നടക്കുന്നത്. ഓക്കെ, ഹയർ റെസൊല്യൂഷനും ഫാസ്റ്റ് സെപ്പറേഷനും. വിച്ച് ടൈപ്പ് ഓഫ് ക്രോമാറ്റോഗ്രഫി ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫോർ പ്രോട്ടീൻ പ്യൂരിഫിക്കേഷൻ? പ്രോട്ടീൻ പ്യൂരിഫിക്കേഷൻ്റെ കേസിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുക കോളം ക്രോമാറ്റോഗ്രഫിയാണ്. ഓക്കെ, പ്രോട്ടീൻ പ്യൂരിഫിക്കേഷൻ, കോളം ക്രോമാറ്റോഗ്രഫി. ഇൻ ഗ്യാസ് ക്രോമാറ്റോഗ്രഫി വാട്ട് ഈസ് ദ മൊബൈൽ ഫേസ്? അപ്പോൾ ഗ്യാസ് ക്രോമാറ്റോഗ്രഫീൻ്റെ കേസിൽ മൊബൈൽ ഫേസ് ഏതെന്നാണ് ചോദിക്കുന്നത്. ഇനേർട്ട് ഗ്യാസ് ആണ്. മൊബൈൽ ഫേസ് ഗ്യാസ് ആണ്. സ്റ്റേഷനറി ഫേസ് ലിക്വിഡും വരാറുണ്ട്, സോളിഡും വരാറുണ്ട് കേട്ടോ. ഹീലിയം അല്ലെങ്കിൽ ആർഗൺ, നൈട്രജൻ പോലുള്ള ഗ്യാസാണ് നമ്മൾ യൂസ് ചെയ്യുക. ദ സിലിക്ക ജെൽ ഈസ് യൂസ്ഡ് ഇൻ TLC ക്ലാസിഫൈഡ് ആസ് വിച്ച് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ? നമ്മൾ യൂസ് ചെയ്യുന്ന TLCനകത്ത് നമ്മൾ പറഞ്ഞു സിലിക്ക ജെൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലേ തിൻ ലെയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത് പോളാറാണോ, നോൺ പോളാറാണോ, ആംഫിഫിലിക് ആണോ, ന്യൂട്രൽ ആണോ? ഈ സിലിക്ക ജെൽ എന്ന് പറയുന്നത് പോളാർ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ്. പോളാർ അഡ്സോർബൻ്റ് ആണ്, പോളാറാണ്. ഇൻ കോളം ക്രോമാറ്റോഗ്രഫി ദ റേറ്റ് ഓഫ് എല്യൂഷൻ ക്യാൻ ബി കൺട്രോൾഡ് ബൈ. ആ റേറ്റ് ഓഫ് എല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? സെപ്പറേഷൻ അല്ലേ, അതെങ്ങനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുക? ചേഞ്ചിങ് ദ സ്റ്റേഷനറി ഫേസ്, ചേഞ്ചിങ് ദ മൊബൈൽ ഫേസ് ഫ്ലോ റേറ്റ്, altering detector sensitivity, increasing the length of the column, changing the mobile phase flow rate. അപ്പോൾ നമുക്ക് റേറ്റ് ഓഫ് എല്യൂഷൻ കൺട്രോൾ ചെയ്യുന്നത് ഈ മൊബൈൽ ഫേസിൻ്റെ ഫ്ലോ റേറ്റ് ചേഞ്ച് ചെയ്യുന്നതിലൂടെയാണ്. ഓക്കെ, വാട്ട് ടൈപ്പ് ഓഫ് സോൾവെൻറ്റ് സിസ്റ്റം ഈസ് യൂസ്ഡ് ഇൻ പേപ്പർ ക്രോമാറ്റോഗ്രഫി? പേപ്പർ ക്രോമാറ്റോഗ്രഫിയിൽ എങ്ങനെയുള്ള സോൾവെൻറ്റ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്? ബൈഫേസിക് സോൾവെൻറ്റ് സിസ്റ്റമാണ്. ദ റെസൊല്യൂഷൻ ഓഫ് എ ക്രോമാറ്റിക് സെപ്പറേഷൻ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ. റെസൊല്യൂഷൻ നമുക്ക് എങ്ങനെ? കോളം ലെങ്ത്, പാർട്ടിക്കിൾ സൈസ് ഓഫ് സ്റ്റേഷനറി ഫേസ്, ഫ്ലോ റേറ്റ്. ഇതിനെ മൂന്നിനെയും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും അല്ലേ, ക്രോമാറ്റോഗ്രഫി സെപ്പറേഷൻ. ഗ്യാസ് ക്രോമാറ്റോഗ്രഫി ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ്? വോളറ്റൈൽ കോമ്പൗണ്ട്സിന് സ്യൂട്ടബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞു, തെർമലി സ്റ്റേബിൾ കോമ്പൗണ്ട്സിനും സ്യൂട്ടബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞു, പിന്നെ ലോ മോളിക്കുലർ വെയിറ്റ് ആൽക്കഹോൾസിനും സ്യൂട്ടബിൾ ആണ്, പക്ഷേ ഹൈ മോളിക്കുലർ വെയിറ്റ് പ്രോട്ടീൻസിന് അത് സ്യൂട്ടബിൾ അല്ല. ഓക്കെ, ഹൈ മോളിക്കുലർ വെയിറ്റ് പ്രോട്ടീൻസിന് അത് സ്യൂട്ടബിൾ അല്ല. എന്തുകൊണ്ടാണ്? പ്രോട്ടീൻസ് എന്ന് പറയുന്നത് നോൺ വോളറ്റൈലാണ്, അതുപോലെ തന്നെ ഗ്യാസ് ക്രോമാറ്റോഗ്രഫിയിലൂടെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റില്ല. വിച്ച് ഡിറ്റക്ടർ ഈസ് ഹൈലി സെൻസിറ്റീവ് ഇൻ HPLCൻ്റെ കേസിൽ ഹൈലി സെൻസിറ്റീവ് ആയിരിക്കുന്നത് UV വിസിബിൾ ഡിറ്റക്ടറാണ് കേട്ടോ. UV വിസിബിൾ ഡിറ്റക്ടറാണ്. ഇൻ ഗ്യാസ് ക്രോമാറ്റോഗ്രഫി സെപ്പറേഷൻ ഓഫ് കോമ്പോണൻസ് ഈസ് ബേസ്ഡ് ഓൺ.
പാർട്ടീഷനിങ് ബിറ്റ്വീൻ ഏതാണ് സ്റ്റേഷനറി ലിക്വിഡ് ഫേസ് ആൻഡ് മൊബൈൽ ഗ്യാസ് ഫേസ്. നെക്സ്റ്റ്, ഇൻ തിൻ ലെയർ ക്രോമാറ്റോഗ്രഫി വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് ദ ഡെവലപ്പിംഗ് ചേംബർ? ഡെവലപ്പിംഗ് ചേംബറിൻ്റെ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? ടു ഹോൾഡ് ദ സ്റ്റേഷനറി ഫേസ്, അതല്ല. ടു മെയിൻറ്റെയിൻ എ സാച്ചുറേറ്റഡ് എൻവയോൺമെൻറ്റ് ഫോർ സോൾവെൻറ്റ് മൂവ്മെൻറ്റ്, അതാണ് പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത്. ഡെവലപ്പിംഗ് ചേംബറിൻ്റെ പ്രൈമറി പർപ്പസ് എന്താണ്? ടു മെയിൻറ്റെയിൻ എ സാച്ചുറേറ്റഡ് എൻവയോൺമെൻറ്റ് ഫോർ ദ സോൾവെൻറ്റ് മൂവ്മെൻറ്റ്. ഓക്കെ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ അപ്ലിക്കേഷൻ ഓഫ് പേപ്പർ ക്രോമാറ്റോഗ്രഫി? പേപ്പർ ക്രോമാറ്റോഗ്രഫി യൂസ് ചെയ്തിട്ട് നമുക്ക് പ്ലാന്റ് പിഗ്മെൻറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്യാം, അമിനോ ആസിഡ്സിൻ്റെ അനാലിസിസ് ചെയ്യാം, അതുപോലെ തന്നെ ഡ്രഗ്സിൻ്റെ ഡിറ്റക്ഷൻ ചെയ്യാം. പക്ഷേ ഗ്യാസ് അനാലിസിസ് അവിടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇൻ ഗ്യാസ് ക്രോമാറ്റോഗ്രഫി ദ സ്റ്റേഷനറി ഫേസ് ഈസ് ഓഫൺ മെയ്ഡ് ഓഫ് എന്താണ്? സോളിഡ് അഡ്സോർബൻറ്റ്, ഇനേർട്ട് ലിക്വിഡ് കോട്ടഡ് ഓൺ എ സോളിഡ് പാർട്ടിക്കിൾസ്, സെല്ലോസ് ഫൈബേഴ്സ്, ഇനേർട്ട് ഗ്യാസ്. അപ്പോൾ ഇവിടെ വരിക ഇനേർട്ട് ലിക്വിഡ് കോട്ടഡ് ഓൺ സോളിഡ് പാർട്ടിക്കിൾസ് ആണ് കേട്ടോ. വാട്ട് ഈസ് ദ ടിപ്പിക്കൽ സ്റ്റേഷനറി ഫേസ് ഇൻ HPLC? HPLCൻ്റെ കേസിൽ നമ്മൾ ടിപ്പിക്കലായിട്ട് യൂസ് ചെയ്യുന്നത് സ്റ്റേഷനറി ഫേസ് ആണ്, സിലിക്ക ബേസ്ഡ് പാർട്ടിക്കിൾസ് ആണ്. അതുപോലെ തന്നെ കോളം എന്ത് വെച്ചാൽ ഉണ്ടാക്കിയിരിക്കുക? സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ. കോമൺ ആയിട്ട് മറ്റുള്ള കോളംസ് ഉണ്ട്, പക്ഷേ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. കാരണം എന്താണ്? അത്രയും പ്രഷർ അവിടെ താങ്ങാൻ പറ്റുന്നുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡിസഡ്വാൻറ്റേജ് ഓഫ് പേപ്പർ ക്രോമാറ്റോഗ്രഫി? പേപ്പർ ക്രോമാറ്റോഗ്രഫീൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നുള്ളത് ലോ റെസൊല്യൂഷൻ, ഹൈ കോസ്റ്റ്, ടൈം കൺസ്യൂമിങ്, അതുപോലെ തന്നെ റിക്വയർസ് ലോ പ്രഷർ എക്യുപ്മെൻറ്റ്. അപ്പോൾ ഇവിടെ ലോ റെസൊല്യൂഷനാണ് എന്താണ് നമുക്ക് പറയാൻ പറ്റുന്നുള്ളത്. പിന്നെ TLCയും പേപ്പർ ക്രോമാറ്റോഗ്രഫിയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ TLC ആണ് കുറച്ചുകൂടെ ബെറ്റർ കേട്ടോ. Paper chromatography offer lower resolution compared to other chromatographic methods. Which property of compounds is exploited in gas chromatography for separation? ഇവിടെ ഏത് പ്രോപ്പർട്ടിയാണ്? മോളിക്കുലർ സൈസ്, ബോയിലിംഗ് പോയിന്റ് ആൻഡ് വേപ്പർ പ്രഷർ, ചാർജ്, സോലിബിലിറ്റി ഇൻ വാട്ടർ. നമുക്ക് ബോയിലിംഗ് പോയിന്റ് ആൻഡ് വേപ്പർ പ്രഷറാണ് ഇവിടെ സെപ്പറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. റിവേഴ്സ് ഫേസ് HPLC, ഇൻവേഴ്സ് സ്റ്റേഷനറി ഫേസ്, ദാറ്റ് ഈസ് നോൺ പോളാർ. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ. റിവേഴ്സ് ഫേസ് HPLCനകത്ത് നമ്മൾ നോൺ പോളാർ ആയിട്ടുള്ള സ്റ്റേഷനറി ഫേസ് ആണ് യൂസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ പ്രൈമറി അഡ്വാൻറ്റേജ് ഓഫ് TLC ഓവർ പേപ്പർ ക്രോമാറ്റോഗ്രഫി? എന്താണ്? ഫാസ്റ്റർ ആയിട്ടുള്ള സെപ്പറേഷനാണ്, അതുപോലെ തന്നെ ഹയർ റെസൊല്യൂഷനുമാണ്. പേപ്പർ ക്രോമാറ്റോഗ്രഫീനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്താണ്? TLC കുറച്ചുകൂടെ റെസൊല്യൂഷൻ കൂടുതലാണ്, അതുപോലെ തന്നെ ഫാസ്റ്റർ സെപ്പറേഷനാണ്. ഇൻ ഗ്യാസ് ക്രോമാറ്റോഗ്രഫി വാട്ട് പാരാമീറ്റർ എഫക്ട്സ് ദ റിട്ടൻഷൻ ടൈം ഓഫ് കോമ്പൗണ്ട്സ്? റിട്ടൻഷൻ ടൈം ഓഫ് കോമ്പൗണ്ട്സ് നമ്മുടെ ഗ്യാസ് ക്രോമാറ്റോഗ്രഫിയിൽ ഏത് പാരാമീറ്ററാണ് എഫക്ട് ചെയ്യുന്നത്? ലെങ്ത് ഓഫ് ദ കോളം, ടെമ്പറേച്ചർ ഓഫ് ദ കോളം, ഫ്ലോ റേറ്റ്. ഇതൊക്കെ വരും അല്ലേ? സോ ഓൾ ഓഫ് ദി എബവ് ആണ്. HPLC യൂസസ് ഡിറ്റക്ടേഴ്സ് ഫോർ. HPLCനകത്ത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഡിറ്റക്ടേഴ്സിന് യൂസ് ചെയ്യുന്നത്? വിഷ്വലൈസിങ് സെപ്പറേറ്റഡ് ബാൻഡ്സ്, ഐഡൻറ്റിഫൈങ് ആൻഡ് ക്വാണ്ടിഫൈങ് കോമ്പൗണ്ട്സ്, അതാണ് വരിക അല്ല, ഐഡൻറ്റിഫൈങ് ആൻഡ് ക്വാണ്ടിഫൈങ് കോമ്പൗണ്ട്സ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അഡ്വാൻറ്റേജ് ഓഫ് കോളം ക്രോമാറ്റോഗ്രഫി? കോളം ക്രോമാറ്റോഗ്രഫീൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണ്? ഹൈ റെസൊല്യൂഷൻ, സിമ്പിൾ ആൻഡ് ഇൻഎക്സ്പെൻസീവ് സെറ്റപ്പ്, റാപ്പിഡ് സെപ്പറേഷൻ, റിക്വയർസ് മിനിമൽ സോൾവെൻറ്റ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് വരിക. സിമ്പിളാണ്, അതുപോലെ തന്നെ ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള സെറ്റപ്പാണ്. വാട്ട് ഈസ് ദ മോസ്റ്റ് കോമൺ മൊബൈൽ ഫേസ് യൂസ്ഡ് ഇൻ HPLC? ഇപ്പോൾ നമ്മൾ പറഞ്ഞുള്ളൂ ഏതാണ്? HPLCൻ്റെ കേസിൽ നമ്മൾ ഏത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? കുറച്ച് മുന്നേ പറഞ്ഞില്ലേ? വാട്ടർ ആൻഡ് ഓർഗാനിക്സ്. അത് സ്റ്റേഷനറി ഫേസ് അല്ലേ പറഞ്ഞത്, സിലിക്ക ജെല്ലെന്ന്. ഇവിടെ നമ്മൾ പറയുന്നത് മൊബൈൽ ഫേസ് ആണ്. വാട്ടറും അതുപോലെ തന്നെ ഓർഗാനിക് സോൾവൻസും ആണ് നമ്മൾ HPLCൻ്റെ കേസിൽ മൊബൈൽ ഫേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദ RF വാല്യൂ ഇൻ പേപ്പർ ക്രോമാറ്റോഗ്രഫി ഈസ് ഓൾവേസ് എത്രയായിരിക്കും? ബിറ്റ്വീൻ 0 ആൻഡ് 1. ഓക്കെ. പേപ്പർ ക്രോമാറ്റോഗ്രഫീൻ്റെ കേസിൽ RF വാല്യൂ, റിട്ടൻഷൻ ഫാക്ടർ എന്ന് പറയുന്നത്, റിട്ടൻഷൻ ഫാക്ടർ അല്ലേ, ആ റിട്ടൻഷൻ ഫാക്ടർ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ബിറ്റ്വീൻ 0 ആൻഡ് 1 ആണ് കേട്ടോ. ബിറ്റ്വീൻ 0 ആൻഡ് 1. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിറ്റക്ടേഴ്സ് ഈസ് നോട്ട് യൂസ്ഡ് ഇൻ HPLC? HPLCൻ്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യാത്തത് ഏതാണ്? ഫ്ലെയിം അയണൈസേഷൻ ഡിറ്റക്ടറാണ്. ഫ്ലെയിം അയണൈസേഷൻ ഡിറ്റക്ടർ നമ്മൾ ഗ്യാസ് ക്രോമാറ്റോഗ്രഫീൻ്റെ കേസിലാണ് യൂസ് ചെയ്യുന്നത്, HPLCൻ്റെ കേസിൽ യൂസ് ചെയ്യില്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് അയൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രഫി? അയൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രഫീൻ്റെ കേസിൽ എന്താ നടക്കുന്നത്? ബേസ്ഡ് ഓൺ ദ ചാർജ് സെപ്പറേഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. ഇൻ TLC വൈ ഈസ് ദ ബേസ് ലൈൻ ഡ്രോൺ വിത്ത് എ പെൻസിൽ ഇൻസ്റ്റെഡ് ഓഫ് പെൻ? അപ്പോൾ TLCൻ്റെ കേസിൽ നമ്മൾ ബേസ് ലൈൻ പെൻസിൽ വെച്ചിട്ടാണ് മാർക്ക് ചെയ്യുക. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെൻസിൽ നോൺ വോളറ്റൈലാണ്, അതുപോലെ തന്നെ സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യുകയും ചെയ്യില്ല. അതുകൊണ്ട് അവിടെ കണ്ടാമിനേഷൻ ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പെൻസിൽ വെച്ച് ചെയ്യുന്നത്. ഇൻ HPLC വാട്ട് ഡസ് ദ ഹൈ പെർഫോമൻസ് റെഫേഴ്സ് ടു? ഹൈ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഹയർ റെസൊല്യൂഷനും അതുപോലെ തന്നെ ഫാസ്റ്റ് ആയിട്ടുള്ള മോർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള സെപ്പറേഷനാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് ഹൈ പെർഫോമൻസ് പറയുന്നത്. ദ മൊബൈൽ ഫേസ് ഇൻ റിവേഴ്സ് ഫേസ് HPLC ഈസ് ടിപ്പിക്കലി പോളാർ ആയിരിക്കും കേട്ടോ. നമ്മൾ പറഞ്ഞു സ്റ്റേഷനറി ഫേസ് എന്തായിരുന്നു? നോൺ പോളാറാണ്.
മൊബൈൽ ഫേസ് എന്തായിരിക്കും? പോളാർ ആയിരിക്കും. അതായത് എവിടെയാണ്? റിവേഴ്സ് ഫേസിൽ മൊബൈൽ ഫേസ് പോളാറും സ്റ്റേഷനറി ഫേസ് നോൺ പോളാർ ആയിരിക്കും കേട്ടോ. മൊബൈൽ ഫേസ് പോളാറും സ്റ്റേഷനറി ഫേസ് നോൺ പോളാർ ആയിരിക്കും. വിച്ച് ടൈപ്പ് ഓഫ് ക്രോമാറ്റോഗ്രഫി ക്യാൻ സെപ്പറേറ്റ് DNA ഫ്രാഗ്മെൻറ്റ്സ്? DNA ഫ്രാഗ്മെൻറ്റ്സിനൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ജെൽ ഫിൽട്രേഷൻ ക്രോമാറ്റോഗ്രഫി യൂസ് ചെയ്യാം. ജെൽ ഫിൽട്രേഷൻ ക്രോമാറ്റോഗ്രഫി. വാട്ട് ഈസ് ദ പ്രൈമറി ലിമിറ്റേഷൻ ഓഫ് ഗ്യാസ് ക്രോമാറ്റോഗ്രഫി? ഗ്യാസ് ക്രോമാറ്റോഗ്രഫീൻ്റെ മെയിൻ പ്രശ്നം എന്താണ്? വോളട്ടൈൽ കോമ്പൗണ്ട്സും അതുപോലെ തന്നെ തെർമലി സ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട്സിലുമാണ് നമ്മൾ അതിനകത്ത് സെപ്പറേറ്റ് ചെയ്യാം. ഇൻ TLC, ഇഫ് എ കോമ്പൗണ്ട് ഹാസ് RF വാല്യൂ ക്ലോസ് ടു 1, ഇറ്റ് ഇൻഡിക്കേറ്റ്സ്, അതായത് ക്ലോസ് ടു 1 എന്ന് പറയുമ്പോൾ അത് ഒരുപാട് അത് പെട്ടെന്ന് നമ്മുടെ സ്റ്റേഷനറി ഫേസിലൂടെ കടന്നു വന്നു എന്നാണ് അർത്ഥം. അങ്ങനെ പെട്ടെന്ന് സ്റ്റേഷനറി ഫേസിലൂടെ കടന്നു വന്നെങ്കിൽ അതിനർത്ഥം എന്താണ്? ഇൻട്രാക്ഷൻ അവിടെ കുറവാണ്. ഓക്കെ, അപ്പോൾ പതുക്കെ സ്ലോ ആയിട്ട് കടന്നു വരുന്ന ഒരാളാണെങ്കിൽ അവിടെ വാല്യൂ ക്ലോസ് ടു 0 ആയിരിക്കും. ഓക്കെ, ക്ലോസ് ടു 0 ആയിരിക്കും. വാട്ട് ഈസ് ദ മെയിൻ യൂസ് ഓഫ് ഗ്യാസ് ക്രോമാറ്റോഗ്രഫി? മാസ് സ്പെക്ട്രോമെട്രി. GCMS ആണ്. അത് വോളറ്റൈൽ കോമ്പൗണ്ട് ഐഡൻറ്റിഫിക്കേഷനും ക്വാണ്ടിഫിക്കേഷനും വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇൻ HPLC, ഗ്രേഡിയൻറ്റ് എലൂഷൻ ഇൻവോൾവ്സ്. ഗ്രേഡിയൻറ്റ് എലൂഷനിൽ എന്താണ്? HPLCൻ്റെ കേസിൽ എ ഗ്രാജുവൽ ചേഞ്ച് ഇൻ ദ കോമ്പോസിഷൻ ഓഫ് ദ മൊബൈൽ ഫേസ്. ഓക്കെ, gradual change in the composition of the mobile phase. What is the purpose of flame ionization detector in GC? Flame ionization detectorൻ്റെ പർപ്പസ് എന്താണ്? ഡിറ്റക്ട് ചെയ്യുക, അതുപോലെ തന്നെ ക്വാണ്ടിഫൈ ചെയ്യുക. ഓർഗാനിക് കോമ്പൗണ്ട്സിനെ ഡിറ്റക്ട് ചെയ്യാനും ക്വാണ്ടിഫൈ ചെയ്യാനും. അടുത്തത് സ്പെക്ട്രോസ്കോപ്പിയാണ്. ഫസ്റ്റ് വൺ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിൻ്റെ കേസിൽ വാട്ട് ഡസ് UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി മെഷർ? UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിൻ്റെ കേസിൽ എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ അബ്സോർപ്ഷനാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് അല്ലേ. സോ UVയും അതുപോലെ തന്നെ വിസിബിൾ ലൈറ്റ് മോളിക്യൂൾസ് ആണ്. ഇറ്റ് ഇൻവോൾവ്സ് ദി അബ്സോർപ്ഷൻ ഓഫ് UV ലൈറ്റ് ആൻഡ് വിസിബിൾ ലൈറ്റ്. അതിൻ്റെ അബ്സോർപ്ഷനാണ് അവിടെ നടക്കുന്നത്. വിച്ച് റേഞ്ച് വേവ് ലെങ്ത് ഈസ് ബേസ്ഡ് ഓൺ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി? ഏതാണ്? 200 to 800 നാനോമീറ്റർ ആണ്. ഇതിനകത്ത് കറക്റ്റ് പറയുകയാണെങ്കിൽ വിസിബിൾ റേഞ്ച് വരുന്നത് 400 to 800 ആണ്. സോ 200 to 800 ആണ് നമ്മൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ. വിസിബിൾ റീജിയൻ മാത്രം പറയുകയാണെങ്കിൽ 400 to 800. വാട്ട് ഈസ് എ ക്രോമോഫോർ? ക്രോമോഫോർ എന്ന് വെച്ചാൽ എ മോളിക്യൂൾ ദാറ്റ് ഫ്ലൂറസസ് എ ഗ്രൂപ്പ് ഇൻ എ മോളിക്യൂൾ ദാറ്റ് അബ്സോർബ്സ് UV ലൈറ്റ് ഇൻ ദ UV വിസിബിൾ റീജിയൻ. അതിനെയാണ് നമ്മൾ ക്രോമോഫോർ എന്ന് പറയുക. അപ്പോൾ ക്രോമോഫോർ എന്ന് പറയുമ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആണ്. ഈ പറഞ്ഞിരിക്കുന്ന UV അല്ലെങ്കിൽ വിസിബിൾ ലൈറ്റിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്നത് ആ ഗ്രൂപ്പ് ഓഫ് കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ക്രോമോഫോർ എന്ന് പറയുക. ബിയർഡ്-ലാംബർട്ട് ലോ സ്റ്റേറ്റ്സ് ദ അബ്സോർബൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു. അബ്സോർബൻസ് എന്തുമായിട്ട് പ്രൊപ്പോർഷണൽ എന്നാണ് പറയുന്നത്? കോൺസെൻട്രേഷൻ. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷനായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ് അബ്സോർപ്ഷൻ എന്നാണ് ബിയർഡ്-ലാംബർട്ട് ലോ പറയുന്നത്. ദ മോളാർ അബ്സോർപ്റ്റിവിറ്റി ഈസ് എക്സ്പ്രസ്ഡ് ഇൻ. മോളാർ അബ്സോർപ്റ്റിവിറ്റി എങ്ങനെയാണ്? ലിറ്റർ പെർ മോൾ പെർ സെൻറ്റിമീറ്റർ. ഇത് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നില്ല കേട്ടോ. ലിറ്റർ പെർ മോൾ പെർ സെൻറ്റിമീറ്റർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ UV ലൈറ്റ് സോഴ്സ്? ഇപ്പോൾ ലൈറ്റ് സോഴ്സ് പറയുകയാണെങ്കിൽ ടങ്സ്റ്റൺ ലാമ്പ്, ഡ്യൂട്ടീരിയം ലാമ്പ്, ക്സിനോൺ ലാമ്പ്, ഇതൊക്കെ എന്താണ്? UV വിസിബിൾ ലൈറ്റിൻ്റെ ഒരു സോഴ്സാണ്. എന്നാൽ ഹൈഡ്രജൻ ഡിസ്ചാർജ് ലാമ്പ് എന്തല്ല? UV വിസിബിൾ ലൈറ്റിൻ്റെ സോഴ്സ് അല്ല. ടങ്സ്റ്റൺ, ഡ്യൂട്ടീരിയം, ക്സിനോണൊക്കെ ഒരു സോഴ്സാണ്. വാട്ട് ടൈപ്പ് ഓഫ് ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ഒക്കർ ഇൻ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി? അത് നമുക്ക് വേണ്ട കേട്ടോ. വാട്ട് ഈസ് ദ റോൾ ഓഫ് മോണോക്രോമാറ്റർ ഇൻ എ UV വിസിബിൾ ഫോട്ടോമീറ്റർ? മോണോക്രോമാറ്റർ എന്താ ചെയ്യുന്നുള്ളത്? നമ്മുടെ ലൈറ്റിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് പർട്ടിക്കുലർ കോമ്പോണൻറ്റ് വേവ് ലെങ്ത്തിലേക്ക് സ്പ്ലിറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. പോളിക്രോമാറ്റർ ലൈറ്റിന് മോണോക്രോമാറ്റിക് ലൈറ്റായിട്ട് മാറ്റുകയാണ്. അതാണ് മോണോക്രോമാറ്റർ ചെയ്യുന്നത്. വിച്ച് സോൾവെൻറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ UV വിസിബിൾ സ്പെക്ട്രോമെട്രി? ഇതിനകത്ത് നമ്മൾ വാട്ടറും യൂസ് ചെയ്യാറുണ്ട്, എത്തനോളും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് വാട്ടർ ആൻഡ് എത്തനോൾ പറയാം. എ ബാത്തോക്രോമിക് ഷിഫ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ്. അത് നമുക്ക് വേണ്ട. നെക്സ്റ്റ്, വാട്ട് ഡസ് മാസ് സ്പെക്ട്രോസ്കോപ്പി മെഷർ? ഇവിടെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോട്ടോ. ബാത്തോക്രോമിക് എന്ന് പറയുമ്പോൾ എന്താണ്? റെഡ് ഷിഫ്റ്റ് ആണ്. സോ ബാത്തോക്രോമിക് ഷിഫ്റ്റ് റെഫേഴ്സ് ടു എ ഷിഫ്റ്റ് ഓഫ് അബ്സോർപ്ഷൻ ടു എ ലോങ്ങർ വേവ് ലെങ്ത്. അബ്സോർപ്ഷൻ ഒരു ലോങ്ങർ വേവ് ലെങ്ത് പറയുമ്പോൾ ലോവർ എനർജിയുള്ള ആ ഒരു ഷിഫ്റ്റിനെയാണ് നമ്മൾ എന്താ പറയുക? ബാത്തോക്രോമിക് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. മാസ് സ്പെക്ട്രോസ്കോപ്പി. വാട്ട് ഡസ് മാസ് സ്പെക്ട്രോസ്കോപ്പി മെഷർ? മാസ് സ്പെക്ട്രോസ്കോപ്പിൻ്റെ കേസിൽ മാസ് ടു ചാർജ് റേഷ്യോ ആണ് അവിടെ മെഷർ ചെയ്യുന്നത്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ അയണൈസേഷൻ സോഴ്സ് ഇൻ മാസ് സ്പെക്ട്രോസ്കോപ്പി? അയണൈസേഷൻ്റെ ആവശ്യം എന്താണ്? ടു ജനറേറ്റ് അയോൺസ് ഫ്രം മോളിക്യൂൾസിനകത്ത് നിന്ന് അയോൺസിനെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ അയണൈസേഷൻ ടെക്നിക് ഇൻ മാസ് സ്പെക്ട്രോസ്കോപ്പി? അപ്പോൾ ഇലക്ട്രോണിക് ഇമ്പാക്റ്റ്, മാട്രിക്സ് അസിസ്റ്റഡ് ലേസർ ഡിസോപ്ഷൻ അയണൈസേഷൻ, NMR, ഇലക്ട്രോസ്പ്രേ. അതിനകത്ത് NMR ആണ് നമ്മളിവിടെ യൂസ് ചെയ്യാത്തത്. NMR എന്ന് പറഞ്ഞാൽ ഈ മാസ് സ്പെക്ട്രോസ്കോപ്പി പോലെ തന്നെ മറ്റൊരു സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്കാണ്. ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ്. അത് നമുക്ക് നമ്മുടെ സിലബസിനകത്തില്ല.
വാട്ട് ഈസ് ദ മോസ്റ്റ് കോമൺ ഡിറ്റക്ടർ യൂസ്ഡ് ഇൻ മാസ് സ്പെക്ട്രോസ്കോപ്പി? മാസ് സ്പെക്ട്രോസ്കോപ്പിനകത്ത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നില്ല ഡിറ്റക്ടർ എന്ന് പറഞ്ഞാൽ ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബും അതുപോലെ തന്നെ ഇലക്ട്രോൺ മൾട്ടിപ്ലയറും രണ്ടും യൂസ് ചെയ്യാറുണ്ട്. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇലക്ട്രോൺ മൾട്ടിപ്ലയർ ആണ്. ഓക്കെ, കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇലക്ട്രോൺ മൾട്ടിപ്ലയർ ആണ്. ദ ബേസ് പീക്ക് ഇൻ മാസ് സ്പെക്ട്രം റെപ്രസെൻറ്റ്സ്, ബേസ് പീക്കിലെ ഏറ്റവും മോസ്റ്റ് അബണ്ടൻ്റ് അയോണിനെയാണത് എന്താണ് ഡിറ്റക്ട് ചെയ്യുന്നത്. അതായത് ബേസ് പീക്ക് ഇസ് ദ ടോളസ്റ്റ് പീക്ക്. ബേസ് പീക്ക് ആയിരിക്കും ടോളസ്റ്റ് പീക്ക്. ടോളസ്റ്റ് പീക്ക് പറഞ്ഞു എത്രത്തോളം പീക്ക് വരുന്നുണ്ടോ അത്രത്തോളം നമ്പർ ഓഫ് കോമ്പോണൻസ് ഉണ്ട്. അതിനകത്ത് ടോളസ്റ്റ് ആയിരിക്കും ഏറ്റവും അബണ്ടൻ്റ് ആയിട്ടുള്ളത്. ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി. വാട്ട് ഡസ് IR സ്പെക്ട്രോസ്കോപ്പി മെഷർ? IR സ്പെക്ട്രോസ്കോപ്പിൻ്റെ കേസിൽ നമ്മൾ എന്താണ് വൈബ്രേഷണൽ ട്രാൻസിഷനും അതുപോലെ തന്നെ റൊട്ടേഷണൽ ട്രാൻസിഷനുമാണ് അവിടെ മെഷർ ചെയ്യുന്നത്. ഓക്കെ, വേവ് നമ്പറാണ്. നമ്മുടെ UV വിസിബിളിനകത്ത് നമ്മൾ വേവ് ലെങ്ത്താണ് പറഞ്ഞത്. ഇവിടെ IRൻ്റെ കേസിൽ വേവ് നമ്പറാണ് വരിക. വിച്ച് റീജിയൻ ഓഫ് ദ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ഈസ് യൂസ്ഡ് ഇൻ IR സ്പെക്ട്രോസ്കോപ്പി? 400 to 4000 ആണ് പറയുന്നത്. 400 to 4000 വേവ് നമ്പറാണ്. ഓക്കെ, what is the significance of the fingerprint region in IR spectroscopy? It provides a unique pattern for each compound. അപ്പോൾ IR സ്പെക്ട്രോസ്കോപ്പിന്ന് നമുക്ക് പറയുകയാണെങ്കിൽ ഈച്ച് കോമ്പൗണ്ടിനും ഒരു യുണീക്ക് പാറ്റേൺ ഉണ്ടാവും. ഓക്കെ, ഫിംഗർ പ്രിൻറ്റ് റീജിയനകത്ത് ഓരോ കോമ്പൗണ്ടിനും ഒരു യുണീക്ക് പാറ്റേൺ ഉണ്ടാവും. ദ സ്ട്രെച്ചിങ് വൈബ്രേഷൻ ഓഫ് എ CO ബോണ്ട് അപ്പിയേഴ്സ് അറൗണ്ട്, അത് നമ്മൾ നോക്കണ്ട കേട്ടോ. വിച്ച് ടൈപ്പ് ഓഫ് ബോണ്ട് ഈസ് IR ആക്റ്റീവ് ബോണ്ട് ദാറ്റ് റിസൾട്ട്സ് ചേഞ്ച് ഇൻ ഡൈപോൾ മൂവ്മെൻറ്റ്? ഇതൊക്കെ കുറച്ച് അഡ്വാൻസ്ഡ് ലെവലാണ്. IR സ്പെക്ട്രോസ്കോപ്പി ഈസ് കോമൺലി യൂസ്ഡ് ഫോർ, സാധാരണ നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് IR സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്യുക. അതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. വിച്ച് കോമ്പൗണ്ട് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് IR സ്പെക്ട്രോമീറ്റർ? ഇവിടെ നമുക്ക് റേഡിയേഷൻ സോഴ്സ് വേണം, മോണോക്രോമാറ്റർ വേണം, സാമ്പിൾ സെൽ വേണം. പക്ഷേ ക്വാഡ്രൂപോൾ അനാലിസർ വേണ്ട. എന്ത് വേണ്ട? ക്വാഡ്രൂപോൾ അനാലിസർ വേണ്ട. അത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ മാസ് സ്പെക്ട്രോസ്കോപ്പിനകത്താണ് യൂസ് ചെയ്യുക. അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പിനകത്ത് എന്താ നമ്മൾ നോക്കുന്നത്? ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ആണ്. അറ്റോമിക് ഓർബിറ്റൽസിൽ ഉണ്ടാകുന്ന ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ആണ് നമ്മളിവിടെ മെഷർ ചെയ്യുന്നത്. വിച്ച് ടൈപ്പ് ഓഫ് ലൈറ്റ് സോഴ്സ് ഈസ് യൂസ്ഡ് ഇൻ AAS? ഏത് ടൈപ്പാണ്? ഇവിടെ നമ്മൾ ഹോളോ കാത്തോഡ് ലാമ്പാണ് അറ്റോമിക് അബ്സോർപ്ഷൻ്റെ കേസിൽ യൂസ് ചെയ്യുന്നത്. ബാക്കി ഡ്യൂട്ടീരിയം ടങ്സ്റ്റനൊക്കെ നമ്മൾ UV വിസിബിളിൻ്റെ കേസിലാണ് യൂസ് ചെയ്തത്. അറ്റോമൈസേഷൻ പ്രോസസ് ഇൻ AAS ഈസ് അച്ചീവ്ഡ് ബൈ. അറ്റോമൈസേഷന് വേണ്ടി നമ്മൾ AASൻ്റെ കേസിൽ ഫ്ലെയിം നെബുലൈസറൊക്കെ യൂസ് ചെയ്യുന്നതാണല്ലേ. അപ്പോൾ ഫ്ലെയിം അല്ലെങ്കിൽ നമുക്ക് ഗ്രാഫൈറ്റ് ഫർണേസാണ് നമ്മളിവിടെ യൂസ് ചെയ്യുക. വിച്ച് ടൈപ്പ് ഓഫ് ഡിറ്റക്ടർ ഈസ് യൂസ്ഡ് ഇൻ AAS? AASൻ്റെ കേസിൽ നമ്മൾ ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. AASൻ്റെ കേസിൽ നമ്മൾ ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബാണ് യൂസ് ചെയ്യുന്നത്. MSൻ്റെ കേസിൽ നമ്മൾ ഏതാ പറഞ്ഞാൽ ഇലക്ട്രോ മൾട്ടിപ്ലയർ. ഓക്കെ, ദ ബിയർ ലാംബർട്ട് ലോ ഈസ് അപ്ലിക്കബിൾ ടു AAS ബിക്കോസ് ഇവിടെ അബ്സോർബൻസും എന്താണ് ഡയറക്റ്റ് കോൺസെൻട്രേഷനുമായിട്ട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അതുകൊണ്ടാണ് ഇവിടെ AASൻ്റെ കേസിലും ബിയർ ലാംബർട്ടും അപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ അപ്ലിക്കേഷൻ ഓഫ് AAS? അപ്പോൾ AASൻ്റെ ഒരു അപ്ലിക്കേഷൻ അല്ലാത്തത് എന്താണ്? മോളിക്കുലാർ വെയിറ്റ് ഡിറ്റർമൈൻ ചെയ്യുക. അത് AASൻ്റെ ഒരു അപ്ലിക്കേഷൻ അല്ല. ബാക്കി ട്രേസ് മെറ്റൽ അനാലിസിസും മോളിക്കുലാർ വെയിറ്റ് ഡിറ്റർമിനേഷനും എൻവയോൺമെൻറ്റൽ മോണിറ്ററിങ്ങും ഒക്കെ അതിനകത്ത് വരും. പക്ഷെ എന്ത് വരില്ല? മോളിക്കുലാർ വെയിറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് അവിടെ വരില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോനകത്ത് പറയാനുള്ളത്.